തൃശൂരിൽ നടന്ന കേരള കാർഷിക സർവകലാശാല കലോത്സവത്തിൽ വിധി നിർണയത്തെ ചൊല്ലി തർക്കം. നാടകത്തിന്റെ വിധി പ്രഖ്യാപിച്ചതിൽ വിവേചനമുണ്ടെന്നാരോപിച്ച് വിധികർത്താക്കളെ വിദ്യാർത്ഥികൾ തടഞ്ഞുവെച്ചു. പോലീസ് എത്തിയാണ് വിധികർത്താക്കളെ സ്ഥലത്ത് നിന്ന് കൊണ്ടുപോയത്. തൃശൂർ മണ്ണുത്തിയിലെ കാർഷിക സർവകലാശാല ക്യാമ്പസിലാണ് സംഭവം നടന്നിരിക്കുന്നത്. വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുകയാണ്. സാനു, ഈ വിധി നിർണയത്തെ ചൊല്ലിയുള്ള തർക്കത്തിന്റെ കാരണം എന്താണ്? എന്തായാലും സംഗതി അത്ര ചെറിയ കാര്യമല്ല എന്ന് മനസ്സിലാക്കുന്നു. പറയൂ സാനു. ദിവസങ്ങളായിട്ട് ഈ കാർഷിക സർവകലാശാലയിലെ കലോത്സവം നടക്കുകയാണ്. അപ്പോൾ ഈ കലോത്സവത്തിന്റെ തുടക്കം മുതലേ ഈ വിധി നിർണയവുമായി ബന്ധപ്പെട്ട് ഈ വിദ്യാർത്ഥികളും ഒപ്പം തന്നെ ഈ വിധികർത്താക്കളും തമ്മിൽ കല്ലുകടി ഉണ്ടായിരുന്നു. ആ കല്ലുകടിയാണ് കഴിഞ്ഞ ദിവസം ഇന്ന് പുലർച്ചെ 5 മണിയോടുകൂടി ഒരു പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ കലാശിച്ചത്. അതായത് വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഈ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ പറയുന്ന പ്രധാന ആരോപണം ക്വാളിറ്റി ഇല്ലാത്ത അല്ലെങ്കിൽ മതിയായിട്ടുള്ള യോഗ്യതയില്ലാത്ത ആളുകളെ കൊണ്ടുവന്ന് വിധി നിർണ്ണയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇത് പഠിക്കുന്നതിന് വേണ്ടി അല്ലെ ഇത് കണ്ട് വിധി നിർണ്ണയിക്കുന്നതിന് വേണ്ടി നിശ്ചയിച്ചിരിക്കുകയാണ്. ഇവർ ചില കോളേജുകൾക്ക് വേണ്ടി മാത്രം വിധി എഴുതുന്നു എന്നാണ് കുട്ടികളുടെ പ്രധാനപ്പെട്ട ആരോപണം. എന്തായാലും ഈ വിധികർത്താക്കളെ ഇവരൊരു മുറിയിൽ തടഞ്ഞു വെക്കുകയായിരുന്നു. എന്തായാലും പോലീസ് അടക്കം ഇടപെട്ടിട്ടാണ് ഇവരെ ഈ മുറിയിൽ നിന്ന് മോചിപ്പിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ കൃത്യമായിട്ടുള്ളൊരു വിധി നിർണ്ണയം നടത്തുമെന്നടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ കോളേജിന്റെയൊക്കെ ഭാഗത്തു നിന്ന് ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു ഉറപ്പ് വിദ്യാർത്ഥികൾക്ക് കൊടുത്തതാണ്. ആ ഉറപ്പ് കൂടി നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ അത് പാലിക്കപ്പെട്ടില്ല എന്നടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു വ്യത്യസ്തമായിട്ടൊരു പ്രതിഷേധം ഉണ്ടായിട്ടുള്ളത്. ശരി സാനു, എന്തായാലും വിധി നിർണയത്തെ ചൊല്ലിയുള്ള തർക്കമാണ്. വിദ്യാർത്ഥികൾ ഈ വിധികർത്താക്കളെ തടഞ്ഞു വെക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി. അവർ പറയുന്നത് വിവേചനമുണ്ടായി എന്നുള്ളതാണ്. പോലീസ് എത്തിയാണ് വിധികർത്താക്കളെ സ്ഥലത്ത് നിന്ന് കൊണ്ടുപോയത് പോലും. തൃശൂർ മണ്ണൂത്തിയിലെ കാർഷിക സർവകലാശാല ക്യാമ്പസിലാണ് സംഭവം നടന്നിരിക്കുന്നത്.